ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെ ദുബായിലും മഴ കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ പ്രവാസികളെ അമ്പരപ്പിച്ചുകൊണ്ട് ആലിപ്പഴ വർഷവും തുടരെ പെയ്യുന്ന മഴയിൽ രാജ്യത്തെ മിക്ക എമിറേറ്റുകളിലും സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുകയുണ്ടായി. മഴയെ തുടർന്ന് രാജ്യത്തെ താപനില 14 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റന്നാൾ വരെ മഴയും കാറ്റും തുടരുമെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലഭ്യമാകുന്നത്. എന്നിരുന്നാൽ തന്നെയും പ്രവാസികളിൽ അപ്രതീക്ഷിത കാഴ്ചകൾ സമ്മാനിച്ച് ആലിപ്പഴ വർഷം കൗതുകമായി മാറുകയാണ്. ദുബായിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ദാസ് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. ദുബായ് നഗരത്തിൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ദുബായ് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് എയർപോർട്ട് അതോറിറ്റി അറിയിക്കുകയുണ്ടായി. UAE-യിൽ പെയ്ത കനത്ത മഴയിൽ റോഡ് വ്യോമ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. തീരദേശ മേഖലകളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. സമീപകാലത്തെ ഏറ്റവും വലിയ മഴയാണ് UAE-യിൽ അനുഭവപ്പെടുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം. എല്ലാ എമിറേറ്റുകളിലും ഇടിയോടുകൂടി ശക്തമായ മഴ ലഭിക്കുകയുണ്ടായി. റോഡുകളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് ഗതാഗതത്തെ സാരമായി ബാധിച്ചു. അപ്രതീക്ഷിതമായി എത്തിയ മഴയിൽ പലയിടങ്ങളിലും പാർക്ക് ചെയ്ത വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങുകയുണ്ടായി. വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളെ മഴ സാരമായി ബാധിക്കുകയുണ്ടായി. റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലെ വാദികളെല്ലാം നിറഞ്ഞൊഴുകി. പടിഞ്ഞാറൻ തീരത്തു നിന്നും മറ്റ് തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 25 മുതൽ 55 വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതിനോടകം തന്നെ അറിയിക്കുകയുണ്ടായി. പടിഞ്ഞാറൻ ഉഷ്ണമേഖലയിൽ നിന്നുള്ള കാറ്റും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിൽ തുടരുന്ന അസ്ഥിരാവസ്ഥയുമാണ് കാറ്റിനും മഴയ്ക്കും കാരണമായി പറയുന്നത്. വാദികളിലേക്കും കടൽ തീരങ്ങളിലേക്കുമുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പോലീസ് അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് UAE-യിൽ നിരവധി സ്കൂളുകൾ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ക്ലാസ് മുറികളിൽ കയറി വെള്ളം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്കൂളുകൾ അടച്ചിടാൻ അധികൃതർ തീരുമാനിച്ചത് തന്നെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.